അമേരിക്കക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഗസയുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും മധ്യ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ക്രൂരമായ വെടിവെപ്പിൽ 9-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതാണ് അറബ് രാജ്യങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അറബ് സൈനികരെ നിയമിക്കുന്നതിൽ നിന്ന് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ പിറകോട്ട് പോയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഈജിപ്തിൽ ഉണ്ടായിരിക്കുന്ന കരാർ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പാലിക്കാമെന്ന് ഇരു കൂട്ടരും സമ്മതിക്കുകയും അതിന് തുടർച്ചയായ രീതിയിൽ ഈ മേഖലയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അറബ് സൈനികരെ വിന്യസിക്കാനും തത്വത്തിൽ തീരുമാനിക്കുകയും ഒരു സമാധാന പ്രക്രിയ പുലരുന്നവരെ തങ്ങളതിന് തയ്യാറാണ് എന്ന തരത്തിലുള്ള ഒരു നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അത് തുർക്കിയുടെയും ഈജിപ്തിൻ്റെയും സൗദി അറേബ്യയുടെയും UAEയുടെയും സൈനികർ താൽക്കാലികമായ രീതിയിൽ ഗസയുടെ മേഖലകളിൽ വിന്യസിക്കുക എന്നുള്ളതാണ് അവിടെ ഈജിപ്തിൽ വച്ചിരിക്കുന്ന തീരുമാനം. ആ തീരുമാനം എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് തത്വത്തിൽ ഒരു പ്രശ്നപരിഹാരം എന്ന നിലക്ക് തങ്ങളത് അംഗീകരിക്കുന്നു എന്നായിരുന്നു പറഞ്ഞത്. അതിൽ 2-3 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് എതിർപ്പായിട്ട് പറഞ്ഞിരുന്നത്. ആ എതിർപ്പായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിന്നീട് അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അത് അമേരിക്കയുടെ സൈനിക നേതൃത്വത്തിലായിരിക്കും ഗസയിൽ അറബ് സേന നിയമിക്കുക എന്നുള്ളതാണ് എതിർപ്പ് ഉളവാക്കിയിരിക്കുന്ന കാര്യം. എന്നാൽ താൽക്കാലികമായ രീതിയിലൊരു സമാധാനം പുലരാൻ ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നതിനാൽ ഏകാഭിപ്രായത്തോടു കൂടി അത് സമ്മതിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ആ സാഹചര്യങ്ങൾ ഇസ്രായേൽ കരാർ ലംഘിച്ചു എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർ 9 ഫലസ്തീനികളെ വെടിവെച്ച് കൊന്നു. ഇതിനു മുൻപും സമാനമായ രീതിയിൽ വെടിവെപ്പിൽ 2 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ചതിപ്രയോഗം നടത്തുന്ന രീതിയിലേക്ക് ഇസ്രായേൽ മാറി എന്നുള്ള പരാതി അമേരിക്കയോട് പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ഗൗരവപരമായ രീതിയിലേക്ക് അറബ് രാജ്യങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സമാധാന പ്രഖ്യാപനം സാരമായിട്ട് ബാധിക്കും എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹമാസിൻ്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു കൃത്യത ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല. അതിന് ബന്ദി കൈമാറ്റത്തിൽ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ വേണ്ടത്ര രീതിയിൽ ജാഗ്രത പുലർത്താത്തതും അതോടൊപ്പം തന്നെ ഫലസ്തീനികൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ അവരുടെ ഈ ഫലസ്തീനി പൗരന്മാരുടെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. കാര്യം കൃത്യമായ രീതിയിൽ പേരോ അഡ്രസ്സോ രൂപങ്ങളോ വിവരങ്ങളോ ഇല്ലാതെയാണ് ഇസ്രായേലിൽ നിന്ന് ഫലസ്തീൻ തടവുകാരായിരിക്കുന്ന കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം കൈമാറുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിയതിന് ശേഷം ഇവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട മൃതദേഹത്തിന് ഏറെക്കുറെ കൃത്യത ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു മൃതദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് ഏതാണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. 8 മൃതദേഹം 2 ഘട്ടങ്ങളിലായിട്ടാണ് ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊടുത്തത്. അതിൽ ഒരു മൃതദേഹത്തിൻ്റെ കാര്യത്തിലാണ് സംശയമുള്ളത്. ബാക്കിയെല്ലാം കൃത്യമാണ്. ഇങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത് 35 മുതൽ 45 വരെ മൃതദേഹമാണ്. അതിൽ ഒരാളുടെ പേര് പോലും നിർദ്ദേശിക്കുകയോ ഒരു കൃത്യത നൽകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമായിട്ടാണ് ഈ ഹമാസ് പരാതിപ്പെട്ടത്. അത് ഈജിപ്തിനോടും ഖത്തറിനോടും ആ വിവരങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഗസക്കകത്തേക്ക് പ്രവേശിക്കുന്നതിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. അപ്പോൾ ഇത്തരമൊരു പ്രവൃത്തികൾ തുടരെ ഇസ്രായേൽ ചെയ്യുകയും അതിന് അമേരിക്ക കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു സൈനികർ ഗസയിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി പുനരാലോചന ചെയ്യണം എന്നുള്ള അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് മുന്നോട്ട് പോകാനുള്ള പ്രയാസം ഉണ്ടാകും എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഗസ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം നടത്തില്ല എന്നൊരു ഉറപ്പോ ഒരു വിശ്വാസമൊന്നും ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല. അവിടെ ഇസ്രായേലിൻ്റെ സ്വഭാവം വെച്ച് നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ മേഖലയിൽ ആയുധങ്ങളും സായുധമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹമാസും തത്തുല്യമായ രീതിയിൽ ആയുധശേഖരം നടത്തുകയും
ശേഖരിക്കപ്പെട്ട ആയുധങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തികളും, അതായത് യുദ്ധസമാന സാഹചര്യങ്ങൾ അതിന് തയ്യാറാകുന്ന ഒരു സാഹചര്യങ്ങൾ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഏറെക്കുറെ യുദ്ധം അവസാനിച്ചിരിക്കുന്നു, ഒരു ആക്രമണം ഉണ്ടാവില്ലെന്ന് വളരെ കൃത്യതയോടുകൂടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഇപ്പോഴും അതേ നിലപാട് തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് ഗസയ്ക്കകത്ത് നടക്കുന്ന ചില വിഷയങ്ങളെല്ലാം ഇസ്രായേൽ ഒരു പരിശോധിച്ച് വരികയാണ്, അല്ലെങ്കിൽ പഠിച്ചു വരികയാണ് എന്ന തരത്തിലാണ്. അത് ഹമാസ് ഇസ്രായേലി ഒറ്റുകാരെ, ചാരന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന ഒരു പ്രവൃത്തി നടത്തിയിട്ടുണ്ട്. വിചാരണ ചെയ്യാതെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് എന്നുള്ളൊരു പരാതി ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടായ സമയത്ത് തന്നെ ഗസയിലുള്ള പ്രതികരണം തങ്ങളുടെ ദേശത്തിൻ്റെ അകത്തുണ്ടാകുന്ന വിഷയകാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് അധികാരമില്ല, അത് അവരവരുടെ രാജ്യത്തെ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് പ്രതികരണം നൽകി. അതോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടാൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ പ്രയാസമാണ്. ഇവിടെ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഗസക്കകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക, സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ മേഖലയിൽ ഇസ്രായേലിന് വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് നടത്തുന്നത് എന്നുള്ളതാണ് ഗസയുടെ ആരോപണം. ഈ ആരോപണം തത്വത്തിൽ അറബ് രാജ്യങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവരുടെ പ്രവൃത്തികൾ മുൻപത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ എല്ലാ കരാറും പരസ്യമായി ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതും, അമേരിക്കയുമായിട്ട് ഈ വിഷയത്തിൽ സഹകരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യം ഉത്തരവാദിത്ത കാര്യങ്ങൾ അമേരിക്ക ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇത്തരം മോശപ്പെട്ട പ്രവൃത്തികൾ മോശപ്പെട്ട് ചെയ്യുന്ന സമയത്ത് അതിലിടപെടാനുള്ള വൈമുഖ്യം അമേരിക്ക കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യത്തിലൊക്കെ മാറ്റം വരണം എന്നുള്ള അഭിപ്രായമാണ് അറബ് രാജ്യങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് സഹകരിക്കുന്ന കാര്യം ഇനിയും ഒന്നുകൂടി ആലോചിച്ചൊക്കെ ചെയ്യണം എന്നുള്ളതിലാണ്. കാര്യം രാജ്യത്തിൻ്റെ അകത്ത് ജനകീയപരമായ രീതിയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പരമാവധി അറബ് രാജ്യങ്ങളിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യ ജനാധിപത്യ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്നല്ലാതെ ആശങ്ക ജനിപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും രാജ്യത്തിലെ പൗരന്മാർക്കുണ്ട് എന്നുള്ള കാര്യം പരമാവധി മുസ്ലിം രാജ്യങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് ഭാവിയിൽ അവരെങ്ങനെ വെല്ലുവിളിക്കുന്ന തരത്തിലാവുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ രാജ്യത്തിനകത്തുണ്ടാകുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷകരമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഗസയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തങ്ങളുടെ വീട് അന്വേഷിച്ച് വരുന്നവരും അതോടൊപ്പം തന്നെ ഉറ്റവരും ബന്ധുക്കളും ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നവരുടെയൊക്കെ എണ്ണങ്ങൾ പെരുകി വരികയാണ്. ഈ വെടിനിർത്തൽ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം തന്നെ 156ഓളം മൃതദേഹങ്ങളാണ് യഥാർത്ഥത്തിൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് നിന്ന് എടുക്കപ്പെട്ടത്. അപ്പോൾ അതിൽ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിങ്ങിൽ നിന്ന് മണ്ണ് മാറ്റുന്ന രീതിയും കാര്യങ്ങളൊക്കെ എത്രത്തോളം പുരോഗമിക്കുന്നു അത്രത്തോളം മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് UN സഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ യഥാർത്ഥത്തിൽ ഗസയിൽ നിന്ന് വിവരം നൽകിയിരിക്കുകയാണ്. കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ വിപുലമായിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ അത്യാവശ്യമാണ്. കാര്യം 80% ബിൽഡിങ്ങുകൾ തകർന്നു പോയിട്ടുണ്ട്. തകർക്കപ്പെട്ട ബിൽഡിങ്ങുകൾ അപ്പാടെ ജനവാസ മേഖലയിലും റോഡുകളിലും തകർന്നിരിക്കുന്നു എന്നതിനാൽ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നുള്ളത് പോലും പ്രയാസമാണ്. വാഹന ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങൾ വേറെ നിൽക്കുന്നു. ഇങ്ങനെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സമാധാന രീതിയിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ലെന്നും അതിനിടയിലാണ് ഇസ്രായേൽ കരാർ ലംഘിച്ചുകൊണ്ട് ഫലസ്തീനുകളെ കൊല്ലുന്നത് എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം.